നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ അടുത്ത പാർട്ടുകൾ കേൾക്കാം. 3-4 തവണ ഫോൺ നിർത്താതെ അടിച്ച ശേഷമാണ് ഉറക്കത്തിൽ നിന്നും മടിയോടെ ശരൺ ഫോൺ എടുത്തത്. മുംബൈ പോയതിൽ പിന്നെ ഒരു തവണയെങ്കിലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? അതുപോട്ടെ, ഒന്ന് ഫോൺ എടുക്കണമെങ്കിൽ തന്നെ എത്ര തവണ വിളിക്കണം? വരുൺ അല്പം പരിഭവത്തോടെ പറഞ്ഞു. ഓഫീസിൽ ഇപ്പോൾ നല്ല വർക്കുണ്ട്. ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റാവും. ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്താ, അമ്മയും ചേട്ടനും മുടങ്ങാതെ വിളിക്കുന്നുണ്ടല്ലോ. ഓഫീസിലെ വർക്ക് കൊണ്ടാണോ അതോ ഗിറ്റാർ ക്ലാസ്സും അവളുടെ കൂടെയുള്ള കറക്കവും കൊണ്ടാണോ ഒന്നിനും സമയമില്ലാത്തത്? എന്തു പറഞ്ഞാലും അവളെ അതിലേക്ക് വലിച്ചിടാതെ ചേട്ടന് ഒരു സമാധാനവുമില്ലല്ലേ? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അവളായിട്ട് വല്ലതും സമ്മതിക്കുന്ന ലക്ഷണമുണ്ടോ? ഇതുവരെ ഇല്ല. ഇങ്ങനെ പോയാൽ ചേട്ടൻ മിക്കവാറും ആ ഹേർട്ട് ബ്രേക്ക് പ്ലേലിസ്റ്റ് തയ്യാറാക്കേണ്ടി വരും. എനിക്ക് ഒരിടം വരെ പോവാനുണ്ട്. വൈകിട്ട് വിളിക്കാം. അവൻ കോൾ കട്ട് ചെയ്ത് കോഫി ഇടാനായി കിച്ചണിലേക്ക് നടന്നു. മിഴി പറഞ്ഞതനുസരിച്ച് കൃത്യം 9 മണിയോടെ അവൻ ഓടിക്കിതച്ച് ദാദർ സ്റ്റേഷന് മുൻപിലെത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ റിക്ഷയിൽ വന്നിറങ്ങി. വേഗം വാ, അവളെ കൃത്യം 10 മണിക്ക് പിക്ക് ചെയ്യാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. ആ സമയത്ത് എത്തിയില്ലെങ്കിൽ അവളുടെ ടൂറിസ്റ്റ് ബസ്സിന് പിറകെ നമ്മളിന്ന് മുഴുവൻ മുംബൈ കറങ്ങേണ്ടി വരും. അവൾ അവനെയും വിളിച്ച് വേഗത്തിൽ ട്രെയിൻ പിടിക്കാൻ ഓടി. മിത്രയയുടെ സ്കൂൾ ടൂർ മുംബൈയിലേക്കാണെന്നറിഞ്ഞ അന്ന് മുതൽ ഒരു ദിവസം മിഴിയുടെ ഒപ്പം നിൽക്കണമെന്ന വാശിയിലായിരുന്നു അവൾ. വീട്ടിൽ നിന്നും വലിയ എതിർപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളും സമ്മതം മൂളി. ഒരു ദിവസം മുഴുവൻ മിത്രയെ കൊണ്ട് മുംബൈ കറങ്ങണമെന്ന് മിഴി പറഞ്ഞപ്പോൾ അത് തൻ്റെ കൂടെ പ്ലാനായി മാറുമെന്ന് അവൻ അന്ന് കരുതിയില്ല. ഹോട്ടലിൽ നിന്നും സ്കൂൾ ബസ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ അവിടെ എത്തി. മിഴിയെ കണ്ടതും മിത്രയ ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ശരണിനെ കണ്ടപ്പോൾ പരിചയം പുതുക്കി ചിരിച്ചു. പിറ്റേന്ന് രാവിലെ അവളെ തിരിച്ച് ഹോട്ടലിൽ തന്നെ വിടാമെന്ന് വാക്ക് കൊടുത്ത് അവർ അവളെയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കൊളാബയിലെ കഫേ മോണ്ടിഗറിലെത്തി. ശരണും മിഴിയും ഒരുപാട് തവണ ഇവിടെ വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ഇന്നാണ് അത് നടന്നത്. ഉള്ളിൽ കയറിയ ഉടനെ മിത്രയ അതിശയത്തോടെ ചുറ്റും നോക്കി. കഫയുടെ ചുമർ മുഴുവൻ മാരിയോ മിരാണ്ടയുടെ കാർട്ടൂണുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സൈഡിലായി സ്ഥാനമുറപ്പിച്ച റിട്രോ ജുക്ക് ബോക്സിൽ നിന്നും വന്ന ചെറിയ ശബ്ദത്തിലുള്ള സംഗീതം അവിടുത്തെ ആംബിയൻസ് ഒന്നുകൂടി അടിപൊളിയാക്കി. വിൻറ്റേജ് യൂണിഫോം അണിഞ്ഞ വെയിറ്റർമാരിൽ ഒരാൾ അവരുടെ ഓർഡർ എടുക്കാനായി വന്നു. എനിക്കെന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. മിത്രയ മെനു തിരിച്ചും മറിച്ചും നോക്കി. അതിനു പറ്റിയ ആളെയും കൊണ്ടാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിഴി മെനു ശരണിന് നേരെ നീട്ടി. 2 മിനിറ്റ് മെനുവിലൂടെ കണ്ണോടിച്ച ശേഷം അവൻ ബട്ടർ പാവും മസാല ഓംലെറ്റും ചിക്കൻ കീമയും കോൾഡ് കോഫിയും ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊളാബയിലും ഗേറ്റ് വേയിലും കറങ്ങിയ ശേഷം ചൗപ്പട്ടി ബീച്ചിനടുത്തുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നും ലഞ്ച് കഴിച്ചു. മിത്രയ്ക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ബാന്ദ്ര ഹിൽ റോഡിലേക്ക് തിരിച്ചു. നാട്ടിൽ വെച്ച് മിത്രയെ വല്ലപ്പോഴും കാണാറുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും ഇത്ര ക്ലോസ് ആയിരുന്നു എന്ന കാര്യം അവൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മിത്രയുടെ കൈകൾ മുറുക്കെ പിടിച്ച് അവൾ ഭക്ഷണം മുഴുവൻ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അവരുടേത് മാത്രമായ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എപ്പോഴും തമാശകൾ പറഞ്ഞും ചിരിച്ചും കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും അവർ മറൈൻ ഡ്രൈവിലെത്തി. മിഴി വെള്ളം വാങ്ങിക്കാനായി പോയപ്പോൾ ശരണും മിത്രയും ബീച്ചിന് അഭിമുഖമായുള്ള തിണ്ണയിൽ ഇരുന്നു. ചേച്ചി പറഞ്ഞു ശരൺ ചേട്ടൻ ഗിറ്റാർ വായിക്കുമെന്ന്. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൾ ചോദിച്ചു. എനിക്ക് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു. എല്ലാം അവളുടെ നിർബന്ധത്തിനാ. ഇപ്പോൾ പഠിച്ചു വരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇഷ്ടമായോ? പിന്നെ പണ്ടേ തുടങ്ങണമായിരുന്നു എന്ന നഷ്ടബോധം മാത്രം. അവൻ അവളെ നോക്കി ചിരിച്ചു. ചേച്ചി അങ്ങനെയാ. ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞു ചെയ്യും. ഞാനെല്ലാം ചേച്ചിയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. പപ്പയ്ക്കും അമ്മയ്ക്കും ചേച്ചിയുമായിട്ട് എന്താ പ്രശ്നമെന്ന് ചേട്ടനറിയോ? എനിക്കോ? ഇല്ല. ആ ചോദ്യം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഒന്നും അറിയാത്ത പോലെ നടിച്ചു. പപ്പയ്ക്ക് ചേച്ചി ചെയ്യുന്നത് ഒന്നും ഇഷ്ടമില്ല. എല്ലാത്തിനും വഴക്ക് പറയും, ഒരുപാട് തല്ലും. ആദ്യം ഞാൻ കരുതി ചേച്ചി വല്ല തെറ്റും ചെയ്യുന്നത് കൊണ്ടാവുമെന്ന്. പക്ഷെ അതിലും വലിയ തെറ്റൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് നോക്കി പേടിപ്പിക്കുകയല്ലാതെ ഇതുവരെ തല്ലിയിട്ടില്ല. എനിക്ക് സങ്കടം വരും. ഇടയ്ക്ക് ആ അടികളൊക്കെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അമ്മയും കുടുംബക്കാരും എല്ലാം പറയും ചേച്ചി തനിഷ്ടക്കാരിയാണ്, സ്വഭാവം ശരിയല്ല എന്നൊക്കെ. പക്ഷെ അതൊന്നും സത്യമല്ല. എൻ്റെ ചേച്ചി ശരിക്കും പാവാണ്. ഞാൻ കാണുന്ന പോലെ എന്താ ആർക്കും ചേച്ചിയെ കാണാൻ കഴിയാത്തത്? ശരൺ ചേട്ടന് അങ്ങനെ തോന്നിയിട്ടില്ലേ? നമുക്ക് ആളുകൾ നല്ലതും ചീത്തയും ആവുന്നത് നമ്മളവരെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന പോലെ ഇരിക്കും. മിത്രയെ കണ്ട പോലെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. എന്നാൽ എനിക്കൊരു പ്രോമിസ് തരുമോ? എന്താ പറ, കേൾക്കട്ടെ. അവൻ ചെരിഞ്ഞിരുന്ന് അവളെ നോക്കി.
ചേച്ചിയെ ഒരിക്കലും കരയിപ്പിക്കില്ലെന്ന്, മറ്റാരെയും അതിന് അനുവദിക്കില്ലെന്ന്. അവൾ അവന് നേരെ കൈനീട്ടി. മിത്രയ, അതിന് നീ കരുതുന്ന പോലെ അവനത് എന്തോ പൂർത്തിയാക്കാൻ തോന്നിയില്ല. ശരി, ഐ പ്രോമിസ്, പോരെ? പിന്നെ നിന്റെ ചേച്ചി നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ സ്ട്രോങ് ആണ്. ഞാൻ എന്നല്ല, അവൾക്ക് ജീവിക്കാൻ ആരുടെയും സഹായം വേണ്ട. അവൻ അവളുടെ കൈപിടിച്ച് പ്രോമിസ് ചെയ്തു. എന്താ രണ്ടാളും കൂടെ കാര്യമായ സംസാരം? മിഴി വെള്ളക്കുപ്പിയുമായി അടുത്തു വന്നു. അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാണ്. ചേച്ചി ഫോൺ താ, ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. മിത്രയ മിഴിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോട്ടോ എടുക്കാനായി തിണ്ണയിൽ നിന്നും താഴേക്കിറങ്ങി. മിഴി ശരണിനടുത്തിരുന്നു കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകൾ ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ അതെല്ലാം മൂളിക്കേട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് വീണ മുടികൾ കൈകൊണ്ട് വകഞ്ഞു മാറ്റി. മിത്രയ ഓറഞ്ച് നിറമുള്ള ആകാശത്തിന് താഴെ കടലിലേക്ക് നോക്കി ചേർന്നിരിക്കുന്ന അവരുടെ ഫോട്ടോ ദൂരെ നിന്ന് ക്യാമറയിൽ പകർത്തി. രാത്രി 8 മണിയോടെ അവരെ മിഴിയുടെ PGയിൽ വിട്ട് ശരൺ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. രാവിലെ മുതൽ കറങ്ങി നടന്നതിനാൽ അവന് നല്ല തലവേദനയുണ്ടായിരുന്നു. ഫ്രഷായ ശേഷം അവൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിഴി വിളിച്ചത്. അവൻ ഫോൺ എടുത്ത് ടേബിളിൽ വെച്ച് സ്പീക്കറിലിട്ടു. ഇന്ന് ഓഫീസിൽ പോണില്ലേ? ആ പോണം. നീ ഇന്നും ലീവാണോ? അല്ല, ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കയറണം. ഞാൻ ഇവളെ വിട്ടിട്ട് നേരെ കോളേജിൽ പോകും. അവളുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. ലീവ് എടുക്കാനുള്ള ഒരു ചാൻസും ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും വന്നേനെ. അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ദേ അവൾ വിളിക്കുന്നു. കുളിക്കാൻ കയറിയിട്ട് ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് വിളിക്കുന്നത്. ശരിയെന്നാ, ബൈ. മിത്രയെ നിർത്താതെ വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്യാൻ മറന്ന് മിഴി മുറിയിലെ ബാത്റൂമിനടുത്തേക്ക് നടന്നു. ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ അവനും അത് ശ്രദ്ധിച്ചില്ല. ബട്ടർ എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മിഴിയും മിത്രയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ശബ്ദം അവൻ ഫോണിലൂടെ കേട്ടത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ ഒരുങ്ങിയ ശരൺ മിത്രയുടെ ചോദ്യം കേട്ട് പെട്ടെന്ന് കൈവലിച്ചു. ചേച്ചിക്ക് ശരൺ ചേട്ടനെ ഇഷ്ടമാണോ? മുടി ഒതുക്കിക്കൊണ്ടിരുന്ന മിഴിയും അവളുടെ ചോദ്യം കേട്ട് ശരണിനെ പോലെ ഒന്ന് പകച്ചു നോക്കി. നീ എന്താ അങ്ങനെ ചോദിക്കാൻ? ചേച്ചിക്ക് എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ അയാൾ വരെ പറയും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അല്പം നേരത്തേക്ക് മിഴി ഒന്നും പറഞ്ഞില്ല. അവന് എന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് തോന്നിയോ? അവൾ എന്തോ ആലോചിച്ച് കട്ടിലിൽ വന്നിരുന്നു. ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ചോദിച്ചത് അതല്ലല്ലോ. ചേച്ചിക്ക് ശരൺ ചേട്ടനെ ഇഷ്ടമാണോ എന്നല്ലേ? അവളുടെ മറുപടി വൈകുന്നതിനെക്കുറിച്ച് അനുസരിച്ച് ശരണിൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അവൻ പാനിലിട്ട ബ്രെഡ് കരിഞ്ഞു തുടങ്ങുന്നത് പോലും ശ്രദ്ധിക്കാതെ ഫോൺ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു. പണ്ട് പപ്പയുടെ കാർ പഞ്ചറാക്കിയത് ഞാനാണെന്നറിഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ ഭക്ഷണം കഴിച്ച് അവൻ എഴുന്നേറ്റ് പോയ അന്ന് മുതൽ എനിക്കവന് ഇഷ്ടമാണ്. അത്ര പോലും ദയ അന്നേ വരെ ഞാൻ സ്നേഹിച്ചിരുന്നവർ പോലും എന്നോട് കാണിച്ചിരുന്നില്ല. അന്നത്തെ ഓണം വെക്കേഷൻ കഴിഞ്ഞ് അവൻ പോയപ്പോൾ ഒരുപാട് ദിവസം എന്തോ നഷ്ടപ്പെട്ടു പോയ പോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഓരോ വെക്കേഷനും അവന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറിപ്പോയിരുന്നു. എന്നിട്ടും പണ്ടത്തെ അതേ ദയവോടെ അവനെന്നെ നോക്കിയിട്ടുണ്ട്. എല്ലാത്തിനും കൂട്ടുനിന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി കള്ളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നത്? ഒരു നിമിഷം തനിക്ക് ചുറ്റുമുള്ളതെല്ലാം സ്തംഭിച്ച പോലെ അവന് തോന്നി. ഫോണുമായി ശ്വാസം അടക്കിപ്പിടിച്ച് അവൻ വീണ്ടും അവരുടെ സംസാരങ്ങൾക്ക് കാതോർത്തു. എന്നിട്ടെന്താ ചേച്ചി അത് പറയാത്തത്? അവന് എന്നോടുള്ളത് ഇഷ്ടമാണോ അതോ സഹതാപമാണോ എന്നെനിക്കറിയില്ല. സഹതാപത്തിൻ്റെ പുറത്ത് ആരും ഒരാൾക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ശരൺ ചേട്ടന് ചേച്ചിയെ നല്ല ഇഷ്ടമാണെന്ന്. എനിക്കറിയില്ല. അത് ചോദിക്കാനുള്ള ധൈര്യവും എനിക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നീ വേഗം റെഡിയാവ്, ലേറ്റായി. മിഴി മിത്രയെ ബാഗ് എടുത്തു വയ്ക്കാൻ പറഞ്ഞുവിട്ട് ഫോൺ കയ്യിലെടുത്തു. അപ്പോഴും കട്ടാവാതെയിരുന്ന ശരണിൻ്റെ കോൾ കണ്ട് അവൾ ആകെ ഞെട്ടി. കൈകൊണ്ട് മുഖം പൊത്തി കട്ടിലിൽ നിന്നും ചാടി എണീറ്റു. ഹലോ ശരൺ. പെട്ടെന്നുള്ള അവളുടെ ശബ്ദം കേട്ട് എന്ത് പറയണമെന്നറിയാതെ അവൻ കോൾ കട്ട് ചെയ്തു. കരിഞ്ഞുണങ്ങിയ ബ്രെഡും പകുതി മുറിച്ച വെജിറ്റബിൾസും നോക്കി ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. അപ്പോൾ തന്നെ വരുണിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഹാർട്ട് ബ്രേക്ക് പ്ലേലിസ്റ്റ് ഡിലീറ്റ് ചെയ്തേക്ക്. ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. വരുൺ ഹലോ പറയുന്നതിന് മുൻപേ അവൻ പറഞ്ഞു. ശരിക്കും അവൾ നിന്നോട് യെസ് പറഞ്ഞോ? വരുൺ ആകാംക്ഷയോട് ചോദിച്ചു. എന്നോട് നേരിട്ട് പറഞ്ഞില്ല, പക്ഷെ അവൾ പറയുന്നത് ഞാൻ കേട്ടു. അവൻ നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം വരുണിന് വിശദീകരിച്ചു കൊടുത്തു. കൊള്ളാലോ. സിനിമയിലാണെങ്കിൽ നായകനും നായികയും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി ഒരു റൊമാൻറ്റിക് സോങ് ഷൂട്ട് ചെയ്യേണ്ട കറക്റ്റ് സമയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഗിറ്റാർ പിടിച്ച് ഞാൻ അങ്ങനെയൊരു പാട്ട് പാടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ബാക്കി വിശേഷങ്ങൾ ഞാൻ വൈകിട്ട് വിളിക്കുമ്പോൾ പറയാം. ഓഫീസിൽ പോകാൻ സമയമായി. അവൻ ഫോൺ കട്ട് ചെയ്ത് ഓഫീസിൽ പോകാനൊരുങ്ങി. അന്ന്
നേരം വൈകി ഓഫീസിൽ എത്തിയതിനാൽ വർക്ക് കഴിഞ്ഞ് രാത്രി 9 മണിയോടടുത്താണ് അവൻ വീട്ടിലേക്ക് തിരിച്ചത്. ഡോറിനടുത്തുള്ള സ്റ്റെയറിൽ കയ്യിലൊരു ഹാൻഡ് ബാഗും മടിയിൽ പ്ലാസ്റ്റിക് ബോക്സിൽ കേക്കുമായി മിഴി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന അവൻ അവളെ കണ്ടതും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൻ്റെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിച്ചു. എന്തായാലും പെട്ടെന്ന് തന്നെ നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും കരുതിയിരുന്നുവെങ്കിലും ഇന്ന് തന്നെ അവളെ നേരിടാൻ അവൻ റെഡിയായിരുന്നില്ല. ഗുഡ് ഈവനിങ്. അവനെ കണ്ടതും അവൾ എണീറ്റ് ഡോറിനടുത്തേക്ക് വന്നു. നീ ഒരുപാട് നേരമായോ വന്നിട്ട്? വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അവൻ ഡോർ തുറന്നു. വന്നിട്ട് ഒരു 2 മണിക്കൂറായി. അവൾ അവന് മുഖം കൊടുക്കാതെ കയ്യിലുണ്ടായിരുന്ന കേക്കിൻ്റെ ബോക്സും ബാഗും ടേബിളിൽ വെച്ച് സോഫയിലേക്ക് വന്നിരുന്നു. അവൻ ID കാർഡും ഷൂവും അഴിച്ചു വെച്ച് അവൾക്കെതിരെയുള്ള സോഫയിലേക്കിരുന്നു. അതുവരെ ഇല്ലാതിരുന്നൊരു നിശബ്ദത അവരെ രണ്ടുപേരെയും പൊതിഞ്ഞു. പിന്നെ അല്പസമയത്തിന് ശേഷം അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരുപാട് തവണ അവളെ ഈ ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലും വെള്ള സ്ലീവ്ലെസ് കുർത്തയിൽ ഇന്ന് അവൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. പിന്നെന്താ? അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ ടേബിളിൽ ഉണ്ടായിരുന്ന മാഗസീൻ എടുത്തു മറച്ചിട്ടു. ഒന്നുമില്ലേ? എന്തുണ്ടാവാൻ? ഒന്നുമില്ല. എന്നാൽ ശരി, ഇത് പുതുതായി ഓപ്പൺ ചെയ്ത ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണോ? അവനൊന്നും സംഭവിക്കാത്ത പോലെ എണീറ്റ് ബോക്സ് തുറന്ന് ഒരു കഷ്ണം കേക്ക് എടുത്ത് വായിലേക്കിട്ടു. ശരൺ, അഭിനയിച്ചത് മതി. ഞാൻ രാവിലെ പറഞ്ഞതെല്ലാം കേട്ടല്ലേ? നീ ഒരുപാട് പറയുന്നുണ്ടായല്ലോ, അതിൽ ഏത് കാര്യമാ? അവൻ ഉള്ളിൽ ചിരിയൊളിപ്പിച്ചുകൊണ്ട് സ്വാഭാവികതയോട് ചോദിച്ചു. നിനക്കറിയില്ല അല്ലേ ഏത് കാര്യമാണെന്ന്? ശരി, ഓർമ്മ വരുമ്പോൾ വിളിക്ക്. അവൾ ദേഷ്യത്തോടെ മാഗസിൻ സോഫയിലേക്ക് എറിഞ്ഞ് ബാഗ് എടുക്കാൻ ടേബിളിനടുത്തേക്ക് നടന്നു. ഓ, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമാണോ? അവൻ പിറകിൽ നിന്നും അവളുടെ കൈ പിടിച്ചു വലിച്ച് കണ്ണുകളിലേക്ക് നോക്കി. ശരൺ, ആ സമയത്ത് എനിക്കെന്തോ. അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിക്കൊണ്ട് വാക്കുകൾക്ക് വേണ്ടി പരതി. എന്താ, പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ പോവുകയാണോ? തിരിച്ചെടുത്താലും അത് സത്യമാകാതിരിക്കുന്നില്ലല്ലോ. അവൾ അവൻ്റെ കൈവിടിവിച്ച് വീണ്ടും സോഫയിൽ വന്നിരുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ടും അത് സമ്മതിക്കാൻ എന്തിനാ മടിച്ചത്? അവൻ ടേബിളിൽ ചാരി നിന്ന് അവളെ നോക്കി. സമ്മതിക്കാൻ വേണ്ടി നീ എപ്പോഴെങ്കിലും എന്നോടിത് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണോ? ശരൺ, വേണ്ട, നമുക്കിത് സംസാരിക്കണ്ട. നമ്മളിങ്ങനെയല്ല. എനിക്കെല്ലാം പഴയ പോലെ മതി. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീയൊന്നും കേട്ടിട്ടുമില്ല. അവൾ അവനടുത്തേക്ക് നടന്നു. നീ പറഞ്ഞ എന്ത് വേണമെങ്കിലും ഞാൻ മറന്നു കളയാം, ഇതൊഴിച്ച്. മിഴി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയാത്ത ഒരേ ഒരാൾ നീ മാത്രമായിരിക്കും. അത് നീ കരുതുന്ന പോലെ സഹതാപമൊന്നുമല്ല. സഹതാപം തോന്നേണ്ട ഒന്നും ഞാൻ ഇന്നുവരെ നിന്നിൽ കണ്ടിട്ടുമില്ല. നിന്നെ ആദ്യമായിട്ട് കണ്ട അന്നു മുതൽ ഈ നിമിഷം വരെ അത്ഭുതത്തോടെ മാത്രമേ നിന്നെ ഞാൻ നോക്കിയിട്ടുള്ളൂ. നിൻ്റെ അടുത്ത് നിന്നും ഇത് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി എൻ്റെ ഒരു സാൻഡ്വിച്ച് കരിച്ചു കളയേണ്ടി വരുമെന്ന് കരുതിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് നിർത്തി. അപ്പോൾ ഞാൻ ഇഷ്ടം പറഞ്ഞതിനേക്കാളും വലുത് സാൻഡ്വിച്ച് പോയ വിഷമമാണല്ലേ? നിനക്ക് വേണ്ടി എന്ത് നഷ്ടവും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അവൻ അവളെ ഒന്നുകൂടെ മുറുക്കെ ചേർത്ത് പിടിച്ചു. ശരൺ, ഐ ആം എ മെസ്. എന്നെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. നീ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ലേ, എൻ്റെ ഒപ്പം കൂടിയാൽ നല്ല പണി കിട്ടുമെന്ന്? അവൾ അവൻ്റെ നെഞ്ചിലൂടെ വിരലോടിച്ചു. യെസ്, ഐ നോ യു ആർ ഡേഞ്ചറസ്, ബട്ട് ഡേഞ്ചറസ്ലി ബ്യൂട്ടിഫുൾ. അവൻ അവളുടെ വിയർപ്പ് പൊടിഞ്ഞ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. ആ ഒരു നിമിഷത്തിനു വേണ്ടി രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നുവെന്ന് കള്ളം പറയാൻ കഴിവില്ലാത്ത അവരുടെ കണ്ണുകളിൽ നിന്നും വ്യക്തമായിരുന്നു. അതെ, ഈ ബോക്സിൽ 3 കഷ്ണം കേക്ക് മിസ്സിംഗ് ആണല്ലോ. അവൻ അവളുടെ പിടുത്തം വിടാതെ ടേബിളിൽ ഇരുന്ന കേക്ക് ബോക്സ് കയ്യിലെടുത്തു. നിന്നെ കാത്തിരുന്ന ആ 2 മണിക്കൂറിൽ ഈ സീൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് മനസ്സിൽ 1000 വട്ടം റിഹേഴ്സൽ ചെയ്യുന്നതിനിടയ്ക്ക് ടെൻഷൻ സഹിക്കാതെ ആയപ്പോൾ ഞാൻ അതങ്ങ് കഴിച്ചു. അവളുടെ മറുപടിയിൽ രണ്ടുപേരും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു. പിന്നീടുള്ള 6 മാസക്കാലം എത്ര പെട്ടെന്നാണ് കടന്നു പോയതെന്ന് രണ്ടുപേരും അറിഞ്ഞില്ല. മുംബൈ അതിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും അവർക്ക് പ്രണയത്തോടെ ചേർന്നിരിക്കാൻ ഇടമൊരുക്കി. മിഴി അവളുടെ പാചക പരീക്ഷണങ്ങൾ അവൻ്റെ കിച്ചണിലേക്ക് പറിച്ചു നട്ടു. അവൻ അവൾക്ക് വേണ്ടി എല്ലാ രാത്രികളിലും ഗിറ്റാർ സ്ട്രിങ്ങുകളിലൂടെ വിരലോടിച്ചു. ശരൺ, ഇന്നൊരു ഒഴിവും പറയണ്ട, എനിക്ക് ആ മലയാളം സോങ് പാടിത്തന്നേ തീരൂ. ഒരു ദിവസം രാത്രി ബാൽക്കണിയിലിരുന്ന് ഗിറ്റാർ ട്യൂൺ ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ അടുത്തേക്ക് പാതി വായിച്ച് മടക്കിയ പുസ്തകവുമായി അവൾ നടന്നു വന്നു. നീ ഇതുവരെ അത് വിട്ടില്ലേ? എനിക്കതത്ര നന്നായി പാടാനൊന്നും അറിയില്ല. വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് സോങ് ട്രൈ ചെയ്യാം. അത് കുഴപ്പമില്ല, അറിയുന്ന പോലെ പാടിയാൽ മതി. ഇന്ന് എനിക്കത് കേട്ടേ തീരുള്ളൂ. അവൾ വാശിയോടെ ബീൻ ബാഗ് വലിച്ചിട്ട് അവനെതിരെ ഇരുന്നു. പണ്ട് ഓണത്തിന് നാട്ടിൽ വന്നപ്പോൾ ക്ലാസ്മേറ്റ്സ് സിനിമ കാണാൻ പോയില്ലേ, അന്ന് മനസ്സിൽ കയറിയ സോങ്ങാണ്. വരികളൊക്കെ പഠിച്ചതാ, പക്ഷെ അങ്ങ് ശരിയാവുന്നില്ല. അതിലേത് സോങ്? നരേൻ ഗിറ്റാർ പിടിച്ച് പാടുന്നതോ?
എല്ലാവരും അതിനു പിറകെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇലക്ഷൻ്റെ അടി കഴിഞ്ഞ ശേഷം ലാബിൽ വെച്ചുള്ള സോങ്ങില്ലേ, അതാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ മാത്രം പാടാം. അവൻ വരികൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗിറ്റാർ ട്യൂൺ ചെയ്ത് അവളെ നോക്കി ചെറുതായി ചിരിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ ശരിക്കുമുള്ള ട്യൂണിനേക്കാൾ കുറച്ച് വേഗത കുറച്ച് പാടി തുടങ്ങി. ഉറക്കം വെടിഞ്ഞു നാം ഇരിക്കുന്ന വേളയിൽ മുറിക്കുള്ളിലെ തണുപ്പെന്തിനോ കൊതിച്ചങ്ങു നിന്നുവോ. നിലാവിൻ്റെ പന്തലിൽ കിനാവിൻ്റെ വള്ളിയിൽ കുരുക്കുത്തികൾ മിഴിത്തുമ്പിലെ മയക്കം മറന്നുവോ. മേലെ വന്നൊരൻ മേഘജാലമേ ആരു വന്നു നീ ചൊല്ലിയില്ലേ. നറുവെണ്ണ തൂകുമൊരു യാമ ശംഖുലിയിൽ ഇന്നു കണ്ണനോ ഞാനല്ലേ ഞാനിന്ന് മൂളുന്നുണ്ട് രാധാസംഗീതം. ആദ്യം പാടിയ വരികളുടെ അർത്ഥം എന്താണെന്നറിയോ? ഇതൊരു ലവ് സോങ് അല്ലേ, ആവരിക്ക് പ്രത്യേകിച്ച് എന്തർത്ഥമാണുള്ളത്? അവൻ ഒന്നുകൂടെ വരികൾ ഓർത്തെടുത്ത് പെട്ടെന്നെന്തോ സ്ട്രൈക്ക് ചെയ്ത് പൊട്ടിച്ചിരിച്ചു. അവൾ കയ്യിൽ നിന്നും ഗിറ്റാർ വാങ്ങി താഴെ വെച്ചുകൊണ്ട് 2 കൈകളും അവൻ്റെ കഴുത്തിലേക്കിട്ട് മടിയിലേക്കിരുന്നു. അപ്പോൾ ഇതാണ് മനസ്സിലിരിപ്പ് അല്ലേ? ഇതിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ടെന്നറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ രാത്രിയും ഈ പാട്ട് പാടി തന്നെ ട്യൂൺ ചെയ്തേനെ. അവൻ അവളുടെ നനഞ്ഞ ചുണ്ടുകളിലൂടെ വിരലോടിച്ചു. ബാൽക്കണിക്ക് താഴെയുള്ള റോഡിലും എതിരെയുള്ള ഫ്ലാറ്റിലും അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തേക്ക് ആ ബഹളങ്ങളൊന്നും അവരെ ബാധിച്ചില്ല. ആ വരികൾ ഒന്നുകൂടെ പാടുമോ? അവൾ അവൻ്റെ കഴുത്തിൽ നഖം കൊണ്ട് മെല്ലെ അമർത്തി. എന്തിനാ? ചുമ്മാ കേൾക്കാൻ. ആ വരി കേൾക്കുന്നതിലും സുഖമുള്ള വേറെ ഒരു കാര്യമുണ്ട്. അവൻ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവളുടെ നഖം അവൻ്റെ പുറത്ത് ചെറിയ പോറലുണ്ടാക്കി. നിനക്ക് അത്രയും ആഗ്രഹമുള്ള സ്ഥിതിക്ക് ആ പാട്ട് ഒന്നുകൂടെ പാടിത്തന്നിട്ടേ വേറെ കാര്യമുള്ളൂ. അവൻ അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് ഒരു കയ്യിൽ ഗിറ്റാറുമായി ബെഡ്റൂമിലേക്ക് നടന്നു. നെക്സ്റ്റ് പാർട്ട്. മിഴിയുടെ കോഴ്സ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫായി ജോലി കിട്ടി. ശരണിനും ഓഫീസിൽ പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഇപ്പോഴുള്ള ഫ്ലാറ്റ് മാറി കുറച്ചുകൂടി സൗകര്യമുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുമിച്ച് മാറിയാലോ എന്ന ആശയം മുന്നോട്ട് വച്ചത് അവനാണ്. പിന്നീടുള്ള എല്ലാ വൈകുന്നേരവും അവർ അതിനുവേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു. ബ്രോക്കർ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്നതുമാണ്. നമുക്കൊന്ന് പോയി കാണാം. നീ 8 മണിയാകുമ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങ്. ഞാൻ ഇവിടുന്ന് നേരെ വന്നേക്കാം. അഡ്രസ്സ് കുറച്ചു കഴിഞ്ഞ് മെസ്സേജ് ചെയ്യാം. ഓഫീസിൽ നിന്നും ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ശരൺ മെസ്സേജ് കണ്ടത്. അവൾ കിച്ചണിൽ കയറിയാൽ പിന്നെ ഫോൺ ഉപയോഗിക്കില്ലെന്നറിയാവുന്നത് കൊണ്ട് തിരിച്ചു വിളിക്കാൻ നിൽക്കാതെ അവൻ അതിന് മറുപടി അയച്ചു. വർസോവ സ്റ്റേഷനിൽ നിന്നും 15 മിനിറ്റ് കൊണ്ട് അവൻ മിഴി അയച്ച ലൊക്കേഷനിലെത്തി. മങ്ങിയ മഞ്ഞ പെയിൻ്റടിച്ച അപ്പാർട്ട്മെൻറ്റിലെ 4ാമത്തെ ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങുന്നതിന് മുൻപേ അവൻ 1-2 തവണ മിഴിയെ വിളിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ അയച്ച അഡ്രസ്സ് അനുസരിച്ച് വലതുവശത്തായുള്ള ഫ്ലാറ്റിൻ്റെ കോളിംഗ് ബെൽ അടിച്ചെങ്കിലും കുറച്ചു നേരത്തേക്ക് ഉള്ളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മിഴിയുടെ ഫോണിൽ നിന്ന് അവനൊരു മെസ്സേജ് വന്നു. മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് വാ, ഡോർ അൺലോക്കാണ്. എന്തോ കാര്യമായി ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൻ പതുക്കെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഒരു ലൈറ്റ് പോലും ഓൺ അല്ലാതിരുന്നതിനാൽ അവനൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾ പിറകിൽ നിന്ന് വന്ന് ഒരു കറുത്ത തുണി കൊണ്ട് അവൻ്റെ കണ്ണ് കെട്ടി. ഞാൻ നിന്നെ ഒഫീഷ്യലി കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അവൾ അവൻ്റെ കൈപിടിച്ച് മെല്ലെ മുന്നോട്ട് നടത്തി. ഓഹോ, വിട്ടയക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ക്യാഷ് ആണെങ്കിൽ അച്ഛനെ വിളിച്ച് എത്ര ലക്ഷങ്ങൾ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അവൻ ചിരിച്ചുകൊണ്ട് അതിന് കൂട്ടുനിന്നു. സൈലൻസ്. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണെന്നത് മറന്നു പോകരുത്. കിഡ്നാപ്പേഴ്സിനോട് കുറച്ച് ബഹുമാനമാവാം. അവൾ അവൻ്റെ കയ്യിൽ ചെറുതായി നുള്ളി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ സെൻറ്റഡ് കാൻഡിൽസിൻ്റെയും ലാവൻഡർ പെർഫ്യൂമിൻ്റെയും റോസാപ്പൂക്കളുടെയും മണം അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. നീ എന്താ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ണു തുറന്നോട്ടെ? ധൃതി വയ്ക്കല്ലേ ശരൺ. അവൾ അവൻ്റെ കൈവിടിവെച്ച് ഫോണിൽ ക്രിസ്റ്റീന പെറിയുടെ 1000 Years സോങ് പ്ലേ ചെയ്തു. ശേഷം മെല്ലെ അവൻ്റെ കണ്ണിലേക്ക് കെട്ടഴിച്ചു. കണ്ണു തിരുമ്മി ചുറ്റും നോക്കി ശരൺ കുറച്ചു നിമിഷങ്ങൾ എന്തു പറയണമെന്നറിയാതെ സർപ്രൈസ്ഡായി നിന്നു. സെൻറ്റഡ് കാൻഡിലുകളും പലതരത്തിലുള്ള പൂക്കളുകളും മനോഹരങ്ങളായ ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ച ഗോൾഡൻ വെളിച്ചം നിറഞ്ഞ ലിവിംഗ് റൂമിന് നടുക്കായി റെഡ് നിറമുള്ള സിമ്പിൾ ഗൗണിട്ട് കയ്യിലൊരു റിങ്ങുമായി മിഴി അവന് മുൻപിൽ മുട്ടുകുത്തി നിന്നു. വിൽ യു മാരി മീ? അവനെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപേ അവൾ മുഖമുയർത്തി റിങ് അവന് നേരെ നീട്ടി. യെസ് ഐ വിൽ, ടുഡേ, ടുമാറോ ആൻഡ് ഫോർ എവർ. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിലും നെറ്റിയിലും മാറി മാറി ഉമ്മ വെച്ചു. മിഴി, ഐ ആം സോറി. എന്തിനെ? ഇത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. ഇത്രയൊന്നും ഇല്ലെങ്കിലും ചെയ്യണമെന്ന് കരുതിയതുമാ. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അതെന്താ? പെൺകുട്ടികൾ പ്രപ്പോസ് ചെയ്യാൻ പാടില്ലെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഒരു നിയമവുമില്ല. നീ നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യേ. എന്തേ റിങ്ങിട്ട് തരുന്നില്ലേ?
അവൻ അവൾക്ക് മുൻപിലേക്ക് കൈനീട്ടി. ഇപ്പോൾ ഇല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് തരാം. അടുത്ത ആഴ്ച വീട്ടിൽ എല്ലാവരും കൂടെ മൂന്നാർ പോകുന്നുണ്ട്. അച്ചമ്മയുടെ 75ാം പിറന്നാൾ ആഘോഷം. ഞാനും കൂടെ പോയി എല്ലാവരും ഉള്ളപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞാലോ എന്ന് വിചാരിക്കുക. കുറച്ച് വേഗം കെട്ടിയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ. നീ സീരിയസ് ആയിട്ടാണോ? നിന്റെ പപ്പ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് ഞാൻ പപ്പിയല്ലല്ലോ, നിന്നെയല്ലേ കെട്ടുന്നേ. നിനക്ക് സമ്മതമല്ലേ? 1000 വട്ടം. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. മിഴി, എന്തോ ഒരു കരിഞ്ഞ സ്മെൽ വരുന്നില്ലേ? അവർ രണ്ടുപേരും ചുറ്റും നോക്കി. അയ്യോ, ദേ കർട്ടൻ കത്തുന്നു. പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ. അവൾ ഓടിപ്പോയി അവിടെയുണ്ടായിരുന്ന ഫ്ലവർ ബൊക്കെ എടുത്ത് കാൻഡിലിൽ നിന്നും കട്ടനിലേക്ക് പിടിച്ച് തീയണക്കാൻ ശ്രമിച്ചു. ഇപ്പോഴാണ് ഈ പ്രപ്പോസൽ സീൻ കംപ്ലീറ്റ് ആയത്. നിൻ്റെ ഒരു രീതിക്ക് എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ എന്ന് ഞാൻ കരുതിയതേ ഉള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് വെള്ളമെടുക്കാൻ കിച്ചണിലേക്ക് ഓടുന്നതിനിടെ പറഞ്ഞു. ആ ബഹളത്തിനിടയിലും ബാക്ക്ഗ്രൗണ്ടിൽ അവൾ വച്ച സോങ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. പുതിയ ഫ്ലാറ്റിൽ അൺപാക്ക് ചെയ്ത് നിരത്തിയിട്ട കാർഡ്ബോർഡ് പെട്ടികൾക്കിടയിൽ നിന്നും അവളുടെ സാധനങ്ങൾ തിരഞ്ഞു പിടിക്കാൻ അവൾ നന്നായി ബുദ്ധിമുട്ടി. മിഴി നാട്ടിലേക്ക് പോകാനായി ബാഗ് പാക്ക് ചെയ്യുന്നത് നോക്കി ശരൺ സോഫയിൽ മൂഡ് ഓഫായി കിടന്നു. ഈ പുതിയ വീട്ടിൽ എന്നെ തനിച്ചിട്ട് നീ പോവുകയാണെന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഡ്രാമ ഒഴിവാക്ക് ശരൺ. ഞാൻ നമ്മുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ വീട്ടിൽ പോകുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും മിഴിയായിട്ടല്ല, ബ്രൈഡ് ടു ബി ആയിട്ടാണ് ഞാൻ തിരിച്ചു വരാൻ പോകുന്നത്. പക്ഷേ എന്നാലും കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? അവൻ പിറകിൽ നിന്ന് അവളുടെ അരയിലൂടെ കൈയിട്ടു കെട്ടിപ്പിടിച്ചു. ഞാൻ വരുമ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് ഈ ഫ്ലോറെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. എൻ്റെ ഒരുപാട് കുക്കിംഗ് ബുക്കുകൾ ഇരിപ്പുണ്ട്. അത് വായിച്ച് കുറച്ച് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കേ. അപ്പോൾ പെട്ടെന്ന് സമയം പോയിക്കോളും. അവൾ അവൻ്റെ മുടിയിലൂടെ വിരലൊടിച്ചു. ഐ ആം ഗൊന്ന മിസ് യു. അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ട ചെറുതായി ഇടറി. ശരൺ, സത്യം പറഞ്ഞാൽ പപ്പ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ച് എനിക്ക് ചെറിയ പേടിയുണ്ട്. അതല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്, നീ തനിച്ചു പോകണ്ട, ഞാനും വരാമെന്ന്. അതൊട്ടും വേണ്ട. നിന്നെ കൂടെ കണ്ടാൽ അവർക്ക് ദേഷ്യം കൂടത്തേയുള്ളൂ. അമ്മച്ചനുണ്ടല്ലോ, ഞാൻ മാനേജ് ചെയ്തോളാം. നിന്റെ വീട്ടിൽ എത്ര ഈസി ആയിട്ടാണ് ചേട്ടൻ കാര്യം അവതരിപ്പിച്ചത്. ആർക്കും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇതും നടന്നെങ്കിൽ എന്ത് സമാധാനമുണ്ടായേനെ. അങ്ങനെ എല്ലാം ഈസിയായി നടന്നാൽ അത് നിന്റെ ലൈഫ് ആവില്ലല്ലോ. നമുക്ക് കുറച്ച് പൊട്ടലും ചിറ്റലും എല്ലാം വേണ്ടേ? അവൻ അവളുടെ ചെവിയിൽ പതിയെ ഉമ്മ വെച്ചു. റൊമാൻസൊക്കെ മതി. എന്നെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേ. 1 മണിക്കൂറിൽ എനിക്ക് എയർപോർട്ടിലെത്തണം. പിന്നെ ഇത്തവണ ഞാൻ വരുമ്പോൾ എനിക്ക് സ്പെഷ്യൽ സ്വീകരണം തരണം. വെൽക്കം റെഡിയാക്കി വച്ചേക്കണം. അവൾ അവൻ്റെ പിടിവിടുവിച്ച് ഡ്രസ്സ് എടുക്കാൻ റൂമിലേക്ക് നടന്നു. നീ പണ്ട് മുംബൈയിൽ വന്നപ്പോൾ ഒരു കുതിരയെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അയാളുടെ നമ്പർ തന്നേക്ക്, ഞാൻ അതുമായിട്ട് വരാം. അവൻ ചിരിച്ചുകൊണ്ട് പെട്ടിയിലേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചു. ബോർഡിങ്ങിന് 5 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവൾ അവൻ്റെ കൈവിടിവിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് ഓടിക്കയറിയത്. അവൾ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ അവളെ നോക്കി നിന്നു. തിരിച്ചു ടാക്സിയിൽ ഫ്ലാറ്റിലേക്ക് മടങ്ങുമ്പോൾ അതുവരെ അനുഭവിക്കാത്ത ഒരു ശൂന്യത അവനെ അപ്പാടെ വിഴുങ്ങി. മൂന്നാറിലെ വീട്ടിൽ അച്ചമ്മയുടെ പിറന്നാൾ സെലിബ്രേഷൻ കഴിഞ്ഞ് ആളുകൾ ഒഴിഞ്ഞു പോയപ്പോൾ വീട്ടിൽ പപ്പയും അമ്മയും അമ്മച്ചനും അമ്മമ്മയും മിത്രയും മിഴിയും മാത്രമായി. ഹാളിൽ ഇരുന്ന് എല്ലാവരും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മിഴി വലിയ മുഖവുരകളില്ലാതെ ഒറ്റ ശ്വാസത്തിൽ ശരണിൻ്റെ കാര്യം അവതരിപ്പിച്ചു. എനിക്കറിയാമായിരുന്നു ഇവിടെ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന്. അല്ലെങ്കിലും തള്ളയുടെ അല്ലേ മോൾ? മിഴിയുടെ പപ്പ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിൻ്റെ ഗ്ലാസ് ദേഷ്യത്തോടെ ടേബിളിൽ വെച്ചു. സത്യ, കുറച്ചുകൂടി സൂക്ഷിച്ച് സംസാരിക്കേ. അമ്മച്ചൻ ഇടയിൽ കയറി. ഞാൻ എന്ത് സൂക്ഷിക്കാൻ? വീട്ടിൽ പണ്ടൊരു പ്രേമമുണ്ടായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാലോ. ചരിത്രം ആവർത്തിക്കാനാവും ഇവളുടെയും പ്ലാൻ. പപ്പ അമ്മയെ വെറുപ്പോടെ നോക്കി. വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചു. നമുക്കിത് നാളെ സംസാരിക്കാം. മിഴി, നീ അകത്തു പോ. അമ്മ അവളെ മുറിയിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചു. ഇന്ന് സംസാരിച്ചാലും നാളെ സംസാരിച്ചാലും എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ആരും പ്രേമിച്ചു കെട്ടാൻ പോകുന്നില്ല. അത്രയും നേരം നിശബ്ദയായിരുന്ന അമ്മമ്മ സ്വെറ്റർ നേരെയാക്കി ദേഷ്യത്തോടെ എഴുന്നേറ്റ് മിഴിയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് അങ്ങനെയൊരു വല്ല മോഹവുമുണ്ടെങ്കിൽ അതങ്ങ് മറന്ന് കളഞ്ഞേക്ക്. ഇക്കാര്യത്തിൽ ഞാൻ നിൻ്റെ പപ്പയുടെ കൂടെയാ. അമ്മമ്മ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അതിന് ഞാൻ നിങ്ങളുടെ ആരുടെയും സമ്മതം ചോദിക്കാനല്ല വന്നത്. എൻ്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ്, മിഴി ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. എന്നാലേ മോളെ, നാളെ ഒന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്ക്. പണ്ടൊരുത്തി ഇതുപോലെ തീരുമാനമെടുത്തത് എന്തിൻ്റെ പുറത്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പപ്പ വെറുപ്പോടെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ തല കുനിച്ചു. ഇത്രയൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടും അമ്മ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ മിഴി സഹതാപത്തോടെ അവരെ നോക്കി. ബഹളം കേട്ട് ഉറങ്ങാൻ കിടന്ന മിത്രയ ഹാളിലേക്ക് വന്നു.
എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കി ഇവിടുത്തെ പ്രശ്നം നാട്ടുകാരെ കൂടെ അറിയിക്കുന്നത്? ഞാൻ അവളോട് സംസാരിക്കാം. അമ്മച്ചൻ എങ്ങനെയെങ്കിലും വഴക്ക് അവസാനിപ്പിക്കാനായി പറഞ്ഞു. സ്വന്തം മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് പേരക്കുട്ടിയെ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയതാണ് അമ്മയും മോളും. എങ്ങനെ ചെയ്യാതിരിക്കും? ഏതോ മാപ്പിളയുടെ വിത്തല്ലേ അത് പറയാൻ അമ്മമ്മ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും ദേഷ്യത്തിൽ പെട്ടെന്ന് വായിൽ നിന്ന് വീണത് മറച്ചു വയ്ക്കാനായി അമ്മമ്മ വീണ്ടും അമ്മയെ എന്തൊക്കെയോ ചീത്ത വിളിച്ചു. എൻ്റെ അച്ഛനെ പറ്റി ഒരക്ഷരം പറയരുത്. മിഴി അല്പം ഉറക്കെ വിറക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ ഞെട്ടി അവളെ നോക്കി. ഈ നാടകം ഇന്നത്തോടെ അവസാനിക്കണം. എനിക്കെല്ലാം അറിയാം. അമ്മയ്ക്ക് പറ്റിയൊരു തെറ്റിൻ്റെ ബാക്കി തുകയാണ് ഞാനെന്ന്. ഇത്രയും കാലം പപ്പയെന്ന് വിളിച്ച് നടന്നിരുന്ന ഇയാൾ എൻ്റെ ആരുമല്ലെന്ന്. ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും കാലം ഇയാളുടെ ചീത്തയും അടിയുമെല്ലാം ഞാൻ കൊണ്ടിട്ടുണ്ട്. വീണു കിട്ടിയ ഒരു പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം പോലും എനിക്കാരും തന്നിട്ടില്ല. ഒരു പ്രായം വരെ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ അച്ഛനോടുള്ള വെറുപ്പ് നിങ്ങളെൻ്റെ മേലെ കാണിക്കുമ്പോൾ ഒന്നും അറിയാതെ ഇവിടെ ജനിച്ചു വീണ ഞാൻ എന്തിനതൊക്കെ അനുഭവിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അമ്മച്ചനൊഴികെ ആരെങ്കിലും സ്നേഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഏതോ മാപ്പിളയ്ക്കുണ്ടായതാണെന്ന്. അതെ, ഞാൻ അയാളുടെ മോള് തന്നെയാ. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അത്രയും സ്നേഹിച്ച അച്ഛൻ അമ്മയെ ചതിച്ചെന്ന് ഇവർ പറഞ്ഞത് എങ്ങനെയാണ് അമ്മ വിശ്വസിച്ചത്? അവൾ വിളറി നിന്ന മുഖത്തോടെ തന്നെ നോക്കി നിന്ന അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ചതിക്കാൻ വേണ്ടി അച്ഛൻ ജീവനോടെ ബാക്കിയുണ്ടായിരുന്നില്ല. അന്ന് അമ്മയോട് യാത്ര പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോയത് മരണത്തിലേക്കാണ്. മരിച്ചുപോയ ഒരാളെ വെറുത്ത് അമ്മ ഇനിയും ബുദ്ധിമുട്ടണമെന്നില്ല. അവസാന ശ്വാസം വരെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിട്ടുമുണ്ട്. ഇവിടുന്ന് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ അച്ഛനെ അന്വേഷിച്ചു പോയ പോലെ ഞാനും മാറാട് പോയിരുന്നു. നിങ്ങൾ പോയത് അച്ഛൻ അമ്മയെ ചതിച്ചെന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകൾ തേടിയാണ്. പക്ഷെ ഞാൻ പോയത് ജീവിച്ചിരുന്നപ്പോൾ അച്ഛൻ ബാക്കിയാക്കിയ സത്യങ്ങൾ തേടിയും. സങ്കടം അണപൊട്ടി വന്നെങ്കിലും അവളുടെ കണ്ണുനീര് കണ്ട് സന്തോഷം കണ്ടെത്തുന്നവരുടെ മുൻപിൽ കരയാൻ അവൾ തയ്യാറല്ലായിരുന്നു. പറയാൻ സ്നേഹത്തോടെ നോക്കിയതിൻ്റെ ഒരു കണക്ക് പോലും ബാക്കിയില്ലെങ്കിൽ ആരും എൻ്റെ ജീവിതത്തിൽ അഭിപ്രായവുമായി വരണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നേക്കാം. മരിച്ചുപോയ എൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് വേണ്ടെന്ന് പറയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവനെ കെട്ടും. എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. അവൾ പറഞ്ഞതെല്ലാം ഞെട്ടലോടെ കേട്ടുനിന്ന് എല്ലാവരുടെയും മുഖത്തേക്ക് വാതിൽ വലിച്ചടച്ച് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. സോഫയിലിരുന്ന് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ അവളുടെ അമ്മയുടെ കരച്ചിൽ മാത്രം ആ വീട്ടിൽ ബാക്കിയായി. പിറ്റേന്ന് രാവിലെ ബാഗ് പാക്ക് ചെയ്ത് മിഴി ടാക്സിക്ക് വേണ്ടി കോലായിൽ കാത്തിരുന്നപ്പോൾ കയ്യിലൊരു ബാഗുമായി മിത്രയെയും അമ്മയെയും അവൾക്കടുത്തേക്ക് വന്നു. മിഴി കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. നിങ്ങൾ എങ്ങോട്ടാ? മിഴി എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പപ്പ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഞാൻ അവളുടെ കൂടെ ശരണിനെ കാണാൻ പോകുന്നു. അവൾക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനും. അത് പറയുമ്പോൾ അവളുടെ അമ്മയുടെ സ്വരത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 22 വർഷത്തോളം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയതിലും എനിക്ക് നിരാശയില്ല. പക്ഷെ നിങ്ങളുടെ വാക്ക് കേട്ട് എൻ്റെ മോളോട് ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ അവളോട് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയും കാലം ഞാൻ അവൾക്ക് പേരിന് മാത്രം ഒരമ്മയായിരുന്നു. ഒരിക്കലെങ്കിലും ആ വാക്കിനോട് നീതി പുലർത്തണം. അവളുടെ ഒരു ആഗ്രഹത്തിനെങ്കിലും കൂടെ നിൽക്കണം. അമ്മ മിഴിയെ ചേർത്ത് പിടിച്ച് പുറത്തേക്കിറങ്ങി. എല്ലാവരെയും ധിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരാൻ കഴിയുമെന്ന് കരുതണ്ട. അമ്മമ്മ പപ്പയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് അമ്മയെ ഭീഷണിപ്പെടുത്തി. ഇതെൻ്റെ വീടാണ്. അവൾ ഇവിടേക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. അമ്മച്ചൻ അവരുടെ ബാഗുകൾ ടാക്സിയിൽ കയറ്റുന്നതിനിടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പണ്ട് നിന്റെ അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ധൈര്യം അമ്മച്ചൻ ഉണ്ടായിരുന്നില്ല. ഇത്രയും കാലം അവളുടെ കണ്ണീരു കണ്ട് എനിക്ക് മടുത്തു. ഇനി നിന്റെയും കൂടെ കാണാൻ വയ്യ. മോള് പോയിട്ട് വാ. അമ്മച്ചൻ മിഴിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. മിത്രയെ പിടിച്ചു വയ്ക്കാൻ പപ്പ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾ അതിന് കൂട്ടാക്കാതെ അവർക്കൊപ്പം കാറിലേക്ക് ഓടിക്കയറി. ഫ്ലാറ്റെല്ലാം ഒരുക്കി വെച്ച് രാവിലെ ഒരു കോഫി ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് നടക്കുമ്പോഴാണ് ശരണിൻ്റെ ഫോണിൽ മിഴിയുടെ മെസ്സേജ് വന്നത്. വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ടൈപ്പ് ചെയ്ത മെസ്സേജ് വായിച്ച ശരൺ അപ്പോൾ തന്നെ അവൾക്ക് മറുപടി അയച്ചു. എല്ലാം ശരിയാവും. നിങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഞാൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ വെറുതെ വന്നാൽ പോരാ. പറഞ്ഞ പോലെ ഒരു ഗ്രാൻഡ് വെൽക്കം കൂടെ വേണം. ഒരു കല്യാണ ചെറുക്കനായി ഞാൻ അവിടെ വന്ന് നിൽക്കുന്നതിലും വലിയ വെൽക്കം എന്താണ് നിനക്ക് വേണ്ടത്? ദെൻ ഗെറ്റ് റെഡി ഗ്രൂം, യുവർ ബ്രൈഡ് ഈസ് കമ്മിങ്. അവളയച്ച അവസാന മെസ്സേജ് അവൻ ഒരുപാട് തവണ ആവർത്തിച്ചു വായിച്ചു. അവൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഫ്ലാറ്റിലെ ഓരോ മൂലയും അവൻ അറേഞ്ച് ചെയ്ത് വച്ചിരുന്നു. എല്ലാം ഒന്നുകൂടെ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ കുളിക്കാനായി ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വന്ന 10ലധികം മിസ് കോളുകൾ ഉണ്ടായിരുന്നു. അവൻ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. ഹലോ, ശരണാണോ? അതെ,
മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിളിക്കുന്നത്. ആക്സിഡൻറ്റ് പറ്റി ഡ്രൈവർ അടക്കം 4 പേരെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. എന്ത്? അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. ഡ്രൈവറെയും ഒരു പെൺകുട്ടിയെയും മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 2 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ. നിങ്ങൾക്കൊന്ന് വേഗം വരാൻ കഴിയുമോ? അതിന് മറുപടി പറയാൻ കഴിയുന്നതിന് മുൻപേ അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. വീണു പോവാതിരിക്കാനായി അവൻ ടേബിളിൽ കൈയമർത്തിപ്പിടിച്ചു. കാഴ്ച അവ്യക്തമാകും മുൻപേ അവൻ നിലത്ത് വീണ ഫോൺ തപ്പിയെടുത്തു. അവളയച്ച അവസാന മെസ്സേജ് ഒന്നുകൂടെ വായിച്ചു. ഗെറ്റ് റെഡി ഗ്രൂം, യുവർ ബ്രൈഡ് ഈസ് കമ്മിങ്. ആ ഹോസ്പിറ്റലിൽ സ്ഥിരമായി വരുന്നവർക്ക് 3 മാസം കൊണ്ട് അവൻ്റെ പതിവ് കാഴ്ചയായി മാറി. കഴിഞ്ഞ 91 ദിവസവും അവളുടെ മുറിക്ക് പുറത്തു നിന്നും അനങ്ങാതെ മരവിച്ച മനസ്സുമായി അവൻ അവൾക്ക് കാവലിരുന്നു. അവളുടെ പപ്പയും അമ്മമ്മയും അവനെ കാണുമ്പോഴൊക്കെ ദേഷ്യത്തോടെ പുലമ്പി. മിഴിയെ ഈ അവസ്ഥയിലെത്തിച്ചതും മിത്രയെയും അമ്മയെയും കൊന്നതും അവനാണെന്ന് പറഞ്ഞ് പിടിച്ചുമാറ്റാൻ ഒരാൾ വരുന്നതുവരെ പപ്പ പലതവണ അവനെ തല്ലി. പക്ഷേ അവൻ മറുത്തൊരക്ഷരവും പറഞ്ഞില്ല. മിഴി കണ്ണു തുറക്കുമ്പോൾ അരികെ അവനുണ്ടാവണമെന്ന ഒറ്റ നിർബന്ധത്തിൽ അവൻ കാത്തിരുന്നു. ഓരോ തവണ ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങുമ്പോഴും അവൻ പ്രതീക്ഷയോടെ അയാളെ നോക്കി. ശരൺ, പ്ലീസ്, നമുക്കിത് നിർത്താം. നീ എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കും? ഇനി അവൾ കണ്ണു തുറന്നാൽ തന്നെ അവൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞതല്ലേ? വരുൺ ശരണിൻ്റെ തോളിൽ കൈയിട്ട് അപേക്ഷയെന്നോണം പറഞ്ഞു. അത് ഡോക്ടർ പറഞ്ഞതല്ലേ, അവൾ പറഞ്ഞിട്ടില്ലല്ലോ. അവൾ കണ്ണു തുറന്നു പറയട്ടെ എന്നെ ഓർമ്മയില്ലെന്ന്. അതുവരെ ഞാൻ എങ്ങോട്ടുമില്ല. അമ്മയും അച്ഛനും വരുണും ഒരുപാട് തവണ അവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മിഴിയുടെ മുറിയിൽ നിന്നും നഴ്സ് ഡോക്ടറെ വിളിക്കാൻ വേഗത്തിൽ പുറത്തേക്കോടി. ഡോക്ടർ അല്പസമയത്തിന് ശേഷം ശരണിനെയും അവളുടെ വീട്ടുകാരെയും അകത്തേക്ക് വിളിച്ചു. കണ്ണു തുറന്നു കിടന്ന മിഴി പക്ഷേ ആരെയും തിരിച്ചറിഞ്ഞില്ല. ശരൺ അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ കാര്യമില്ലെന്ന്. അവൾക്കാരെയും ഒന്നും ഓർമ്മയില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് എഴുതി തരാം. ഇവിടെ കിടത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഡോക്ടർ അവൻ്റെ മുഖത്ത് സഹതാപത്തോടെ നോക്കി. പ്ലീസ്, അവൾക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി. എല്ലാം ശരിയാവും. അവളെ എൻ്റെ കൂടെ വിട്ടാൽ മാത്രം മതി. ശരൺ കരഞ്ഞുകൊണ്ട് മിഴിയുടെ പപ്പയോട് അപേക്ഷിച്ചു. വലിയൊരു അടിപിടിയിലേക്ക് അത് പോകുമെന്ന് തോന്നിയപ്പോൾ അമ്മച്ചൻ ശരണിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. മോനെ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. നിന്നെപ്പോലെ തന്നെ എനിക്കും അവളോട് സ്നേഹമുണ്ട്. പക്ഷേ അവൾക്കിപ്പോൾ അതൊന്നും അറിയില്ല. അവൾക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം. നിന്നെ ഈ അവസ്ഥയിൽ കാണണമെന്ന് ഒരിക്കലും അവൾ ആഗ്രഹിക്കില്ല. തൽക്കാലം നീ ഇവിടുന്ന് പോ. വെറുതെ പ്രശ്നമുണ്ടാക്കേണ്ട. അമ്മച്ചൻ വരുണിനെ വിളിച്ചു വരുത്തി ശരണിനെ അല്പം ബലമായി തന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ ശരൺ മിഴിയെ കാണാൻ മുറിയിലെത്തിയപ്പോൾ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ ഇന്നലെ രാത്രി ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയെന്നല്ലാതെ മറ്റൊന്നും ആർക്കും അറിവുണ്ടായിരുന്നില്ല. അവൻ അവളുടെ വീട്ടിലും നാട്ടിലും അവളെ കൊണ്ടുപോകാൻ ഇടയുള്ള എല്ലായിടത്തും അവളെ തേടി അലഞ്ഞു. മാസങ്ങളോളം ആ അലച്ചിലിനൊടുവിൽ മാനസിക നില ആകെ തകർന്ന അവനെ അച്ഛനും അമ്മയും വരുണും കൂടെ അബുദാബിയിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ മുറിയടച്ചിട്ട് വലിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവനെ അവർ വേദനയോടെ നോക്കി. ഒടുവിലത് ഡ്രഗ്സ് വരെ എത്തിയപ്പോൾ വരുൺ അവനെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി. സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 1 വർഷത്തോളം വീണ്ടും എടുത്തു. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോകാനൊരുങ്ങിയ ശരണിനെ വരുൺ നിർബന്ധിച്ച് വിളിച്ചു താഴെ പാർക്കിലേക്ക് നടക്കാൻ പോയി. ശരൺ, നിന്റെ ഒരു തീരുമാനത്തെയും എതിർക്കാതെ കൂടെ നിന്നിട്ടുള്ളവരാണ് നമ്മുടെ അച്ഛനും അമ്മയും. സ്വന്തം കൺമുന്നിൽ വെച്ച് മക്കളിങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഗതികേടാണ്. നിനക്ക് വിഷമമാവേണ്ടെന്ന് കരുതിയാണ് അവരൊന്നും പറയാതിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷം അമ്മ ഒരു ദിവസം പോലും കരയാതെ ഉറങ്ങിയിട്ടില്ല. നിന്റെ ജീവിതം നീ നിനക്കിഷ്ടമുള്ള പോലെ ജീവിക്കേ. പക്ഷെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നിന്റെ പേര് പറഞ്ഞൊരുകിയില്ലാതാവുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങളുടെ അല്പമെങ്കിലും സ്നേഹം നിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അവരുടെ മകനാവാനും എൻ്റെ അനിയനാവാനും നീ അല്പമെങ്കിലും ശ്രമിക്കണം. വരുൺ വേദനയോടെ അവൻ്റെ തോളിൽ പിടിച്ചു. എനിക്ക് മാറണമെന്നുണ്ട്, എല്ലാം മറക്കണമെന്നുണ്ട്. പക്ഷേ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴെല്ലാം അവളുടെ മുഖമാണ് ഓർമ്മയിലേക്ക് വരുന്നത്. അവളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം ഇല്ലാതാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കേണ്ടത്? അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവരവളെ ഉപദ്രവിക്കുമോ എന്ന പേടിയാണ് എപ്പോഴും ഉള്ളിൽ. അവൾ തിരിച്ചു വരുമെന്ന് ഉള്ളിൽ എവിടെയോ ഒരു തോന്നൽ. ഇനി അവൾ വന്നില്ലെങ്കിൽ ഒരു നല്ല ജീവിതം ഞാനും അർഹിക്കുന്നില്ല. അവൻ മുഖത്ത് കൈവച്ച് കരഞ്ഞുകൊണ്ട് പാർക്കിലെ ബെഞ്ചിലേക്കിരുന്നു. ഇതിൽ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് നീ ആദ്യം മനസ്സിലാക്ക്. സംഭവിച്ചതൊന്നും തടയാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ലായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. നീ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായാണ്. എത്ര ശ്രമിച്ചാലും ചില സാഹചര്യങ്ങളിൽ നമ്മളെല്ലാം നിസ്സഹായരാണ്. വിധിയെ അംഗീകരിക്കുക, മുന്നോട്ട് നടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ വഴികളില്ല.
ബാംഗ്ലൂരിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ നിനക്കൊരു ജോബ് ശരിയാക്കിയിട്ടുണ്ട്. നീ പോണം. എല്ലാം മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ശ്രമമെങ്കിലും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും താൻ കാരണം ഇനിയും അവർ വേദനിക്കുന്നത് കാണാൻ വയ്യാതെ അവൻ ആ ജോബ് ഓഫർ സ്വീകരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു.